കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. വീഴാതെ തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത, നമ്മുടെ വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് അവിടുത്തെ എന്നേക്കുമുള്ളതെന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിലും ഇടയാകട്ടെ. സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. 1000 തലമുറ വരെ അവിടുത്തെ ദയ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നത്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എൻ്റെ സമാധാനത്തിൻ്റെ നിയമം നീങ്ങിപ്പോകയില്ല എന്ന് അവിടുന്ന് അരുളിച്ചെയ്തു. പ്രിയരെ, അവിടുത്തെ ദയയും വിശ്വസ്തതയും നമ്മളെ വിട്ട് ഒരു കാലഘട്ടത്തിലും മാറിപ്പോകുകയില്ല. ആര് ദയ കാണിച്ചില്ലെങ്കിലും, ആരും മറന്നുപോയാലും, ചിലർ പറയില്ല എന്നെ നോക്കാൻ ആരുമില്ല. ആരും നോക്കിയില്ലെങ്കിലും ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. ദൈവം നോക്കിയാൽ നമ്മൾ ശക്തരാകും. ആരും കണ്ടില്ലെങ്കിലും തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട് നിലവിളി കേട്ട സങ്കടമറിഞ്ഞ ഒരുവനുണ്ട്. മറ്റാർക്കും അത് മനസ്സിലായില്ല. അതാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പ്രതികൂലങ്ങളുടെ ഒത്തിരി ആഴങ്ങൾ പൗലോസിന് ഫേസ് ചെയ്യേണ്ടി വന്നു. അകത്തുനിന്നും പുറത്തുനിന്നും അതുപോലെ പ്രതികൂലങ്ങൾ താൻ തരണം ചെയ്തപ്പോഴും തനിക്കൊരു ഉറപ്പുണ്ട്, ഇതിനൊക്കെ എനിക്കൊരു ജയമുണ്ട്. ജയിച്ച ഒരുവൻ്റെ പിന്നാലെയാണ് താൻ യാത്ര ചെയ്തത്. താൻ അറിയാതിരിക്കെ തന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ച്, ശൗലേ ശൗല, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ച്, നീ ഉപദ്രവിക്കുന്ന കർത്താവാണ്, യേശുവാണ് ഞാനെന്ന് പറഞ്ഞ് ദമസ്കോസിൻ്റെ പടിവാതിക്കലിൽ വെളിപ്പെട്ടു വന്ന ദൈവ സാന്നിധ്യം താൻ തിരിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ശക്തമായി മുമ്പോട്ട് പോകാൻ തയ്യാറായപ്പോൾ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ ചെറുതല്ലായിരുന്നു, അത് വലുതായിരുന്നു. ജീവിച്ചിരിക്കുമോ എന്ന് പോലും ചിന്തിക്കേണ്ടി വന്ന സമയങ്ങൾ. പക്ഷേ താൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ഇന്നലെ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും, ഞങ്ങൾ ആ കർത്താവിൽ ആശ വച്ചിരിക്കുന്നു. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രഖ്യാപനം. നിരാശപ്പെടുമെന്ന്, ധൈര്യം ചോർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന വേളകളിൽ വിളിച്ചു പറയണം, ഇന്നലെ വിടുവിച്ചവൻ, ഇന്നലെ സൗഖ്യമാക്കിയവൻ, ഇന്നലെ തുറന്നവൻ, ഇന്നലെ ഇറങ്ങി വന്നവൻ ഇന്നും വിടുവിക്കും, സൗഖ്യമാക്കും, തുറക്കും, ഇറങ്ങി വരും. നാളെയും അത് ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ആശയ്ക്ക് വിരോധമായി അങ്ങനെ വിശ്വസിക്കണം. ഈശാനമൂല നിന്ന് കൊടുങ്കാറ്റടിച്ച് പടക് തകർന്ന കാലഘട്ടങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവസാനം ഒരു പലകയിൽ പിടിച്ച് നീന്തി രക്ഷപ്പെടാൻ സമയമായപ്പോൾ താൻ ദൈവത്തിന് മഹത്വം കൊടുത്തത്. കാരണം തനിക്കറിയാം, തന്നോട് സംസാരിച്ചൊരു ദൈവമുണ്ട്. ഷിപ്പ് തകർന്നാലും
വാഗ്ദത്തം ചെയ്തവൻ പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. പ്രാണന് ഹാനി വരികയില്ല. ഇന്ന് പകലും പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, പ്രതികൂലം വന്നാലും തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴണമെങ്കിൽ എൻ്റെ കർത്താവ് അറിയണം. അങ്ങനെയെങ്കിൽ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാ നിരാശപ്പെടുന്നത്? ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എസ്കേൽ പ്രവചനം 11:17 ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രയേൽ ദേശം നിങ്ങൾക്ക് തരും. ഇന്നേക്ക് 2600 പരം വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണിത്. ജനം പലയിടത്തേക്ക് ചിതറിപ്പോയി. നമുക്കറിയാം, ഒരു ജനറേഷനോ 2 ജനറേഷനോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാം. പക്ഷേ 3-ാം ജനറേഷനൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആ ദേശത്ത്, ഏത് ദേശത്ത് പാർക്കുന്നോ ആ ദേശത്തെ കൾച്ചർ, സിസ്റ്റം, അവിടുത്തെ ഭാഷകൾ, അവിടുത്തെ രീതികൾ എല്ലാം അവർ പഠിക്കും. 4-ാമത്തെ ജനറേഷനൊക്കെ ഒരിക്കലും അവർ ജനിച്ചു വളർന്ന തലമുറയായി പാർക്കുന്ന ദേശം വിട്ട് മടങ്ങി വരില്ല. അങ്ങനെയാണ്. ആ ദേശത്തെ സ്വാധീനങ്ങൾ അവരുടെ മേൽ വരും. അവരുടെ ലാംഗ്വേജുകൾ അതായിരിക്കും. അവർ ജീവിച്ച ജീവിത രീതി ആ ദേശവുമായി ബന്ധപ്പെട്ട. ഇന്ന് നോക്കൂ, പലയിടത്ത് ചിതറിപ്പോയെങ്കിലും ആ ദൂത് പറയുന്ന സമയം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബുദ്ധിക്ക് ഒതുങ്ങുന്ന ദൂതല്ലിത്. ചിതറിപ്പോയവർ തിരിച്ചു വരുമെന്നും ഈ ദേശം അവർക്ക് കിട്ടുമെന്നും പറഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. മാനുഷിക ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമല്ല. എന്നാൽ ഇന്ന് നോക്കൂ, ഏതൊക്കെ ദേശത്ത് തൻ്റെ ജനം ചിതറിപ്പോയോ അവിടെ നിന്ന് അവർ സ്വന്തം ദേശത്ത് മടങ്ങി വന്ന് സ്വന്തം ദേശത്ത് ദൈവം അവരെ ഉറപ്പിക്കുക. ആർക്കും അവരെ അവിടെ നിന്ന് പറിച്ചു കളയാൻ പറ്റത്തില്ലെന്ന് പ്രവാചകനായ ആമോസ് പ്രവചിച്ചതുപോലെ ഇവിടെ എസ്കേൽ പ്രവചിച്ചു പറയുകയാണ്. ഇതാ, അവർ ഏത് ദേശത്ത് ചിതറിപ്പോയോ അവിടുന്ന് മടങ്ങി വന്ന് സ്വന്തം ദേശത്ത് പാർക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. 4-ാം തലമുറയ്ക്ക് ആ കൾച്ചർ അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്ത ശബ്ദത്തിൻ്റെ മുമ്പിൽ സിസ്റ്റം വിട്ട്, കൾച്ചർ വിട്ട്, സ്വഭാവങ്ങൾ വിട്ട് അവർ തിരിച്ചു വരിക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പുതിയ നിയമ ഇസ്രായേലിനോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനും ഒരു അധികാരത്തിനും ഒരു വ്യക്തിക്കും ഒരു നിയമത്തിനും നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. വാഗ്ദത്തം ചെയ്ത ഇടത്ത് തന്നെ ദൈവം നിങ്ങളെ നിർത്തും. അവിടെ നിങ്ങളെ ഉറപ്പിക്കും. അവിടേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ചിതറിപ്പോയ ഏത് രാജ്യത്ത് ചിതറിപ്പോയോ, ഏതിടത്ത് നിങ്ങളുടെ നന്മകൾ ചിതറിപ്പോയോ, യോർദാൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടോ, അതേ യോർദാനിലൊരു കമ്പ് വെട്ടിയെറിഞ്ഞപ്പോൾ ആ കോടാലി പൊങ്ങി വന്നതുപോലെ മനുഷ്യമായി ഒരു കമ്പിൻ്റെ ആകർഷണത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം പൊങ്ങി വരില്ല. പക്ഷേ അഭിഷക്തൻ്റെ കയ്യിൽ കയറിയപ്പോൾ അതിന്മേൽ ദൈവശക്തി വ്യാപരിച്ച് ആ കമ്പൊരു കാന്തമായി മാറിയതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ ടച്ച് ചെയ്ത് എവിടെ ചിതറിയോ, എവിടെ നഷ്ടപ്പെട്ടോ, ഏതടിത്തട്ടിൽ പോയോ, ഒഴുക്കിക്കളഞ്ഞോ, അതിന് തിരിച്ച് നിങ്ങളുടെ കരത്തിൽ തന്നെ എത്തിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ടെന്ന് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാമോ? വർഷങ്ങൾ കഴിയട്ടെ, പ്രവചനത്തിന് മാറ്റമില്ല. പ്രവചനം പറഞ്ഞ ദൈവത്തിനും മാറ്റമില്ല. ആരും അറിയാലും പറഞ്ഞവൻ ഇന്നും വിളിച്ചു പറയുന്നു, അത് സംഭവിക്കും. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ?
അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് നിങ്ങളുടെ മേൽ കേട്ട ദൈവശബ്ദം ഇന്ന് നിങ്ങളെ ഉറപ്പിക്കട്ടെ. ആ ശബ്ദത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ദൈവമഹത്വം ഇറങ്ങട്ടെ. എവിടെ നിന്നും നിങ്ങളെ ശേഖരിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മഹത്വം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരിക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ സാമീപ്യത്തിനായി സ്തോത്രം. ഏതറ്റം വരെ പോയാലും ചിതറിച്ചതിനെ മടങ്ങി വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതിനെ, കാലഘട്ടം കഴിഞ്ഞതിനെ, സമയം കഴിഞ്ഞതിനെ, എത്ര വർഷം കഴിഞ്ഞാലും പുറത്ത് കൊണ്ടുവരുമെന്നും മടക്കി കൊണ്ടുവരുമെന്നും പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്കായി ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നിമിഷങ്ങളാക്കി അങ്ങ് തീർക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മേലുള്ള ദൈവശബ്ദം അങ്ങ് പ്രാവർത്തികമാക്കിയിരിക്കാൻ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അങ്ങയുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവിടുന്ന് നിർവഹിക്കും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.